വിലാപയാത്ര ആരംഭിച്ചു. രാജീവ്, വിലാപയാത്ര ഇതാ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് മുന്നോട്ട് അക്ബർ റോഡിലൂടെ മുന്നോട്ടേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുഷ്പാലങ്കൃതമായ സൈനിക വാഹനത്തിൽ മൻമോഹൻ സിംഗിന്റെ അവസാന വിലാപയാത്ര ഇതാ ഇപ്പോൾ AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. തൊട്ടു മുന്നിലുള്ള വാഹനത്തിൽ കോൺഗ്രസിന്റെ MPമാരെ കാണാം. അതിന്റെ മുൻനിരയിൽ തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന് യാത്രാമൊഴിയേകുന്നതിന്റെ കാഴ്ച നമുക്ക് കാണാം. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനത്തിന് ഇരുവശത്തും മുന്നിലും പിന്നിലും വശങ്ങളിലുമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ കാറുകളിൽ കൂടെ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് ആദ്യം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഭരണരംഗത്തെല്ലാം ശ്രദ്ധിക്കപ്പെട്ടയാൾ പിന്നീട് മികച്ച ഭരണകർത്താവ് എന്നുള്ള നിലയിൽ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്നു. രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിൽ, രാജ്യത്തിന്റെ സാമ്പത്തികമായ മുന്നേറ്റത്തിലെല്ലാം അതിഗംഭീരമായ പങ്കുവഹിച്ച നേതാവ്. അദ്ദേഹത്തിന്റെ അവസാന യാത്ര ഡൽഹി നഗരത്തിലൂടെ, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലൂടെ അവസാന യാത്ര നടത്തുകയാണ്. ഡൽഹി പോലീസ്, കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സൈനിക വിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അവസാന യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ റോഡിലാകെ ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ, രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം തന്നെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ വിലാപയാത്ര. ഈ വിലാപയാത്രയുടെ സമയത്ത് നമ്മൾ ഓർക്കുന്ന ഒട്ടനവധി ഭരണ നേട്ടങ്ങളുണ്ട് മൻമോഹൻ സിംഗിന്റെ. ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി, അവരുടെ മുന്നോട്ട് പോക്കിനു വേണ്ടി, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി മൻമോഹൻ സിംഗ് നടത്തിയ ഇടപെടലുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് തന്നെ പറയാൻ കഴിയും. രാജ്യത്ത് ഒരു വർഷം ഒരു കുടുംബത്തിന് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന ഉജ്ജ്വലമായ പദ്ധതി. ആ പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ പദ്ധതി മെച്ചപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തണമേ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമം, ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതിയിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉജ്ജ്വലമായ നിയമം, വിവരാവകാശ നിയമം, ഭക്ഷണം ജനങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന ഭക്ഷ്യ സുരക്ഷാ നിയമം തുടങ്ങി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയെല്ലാം അത്യുജ്വലമായ തീരുമാനങ്ങൾ എടുത്ത ഭരണകർത്താവിത അവസാനത്തെ യാത്ര നടത്തുന്നു. AICC ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഇപ്പോൾ അക്ബർ റോഡിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരം അദ്ദേഹത്തെ അനുഗമിക്കാൻ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം ഉണ്ട്. രാജ്യത്തിന്റെ ഉജ്ജ്വലനായ നേതാവ്, രാജ്യം 10 വർഷം ഭരിച്ച നേതാവ് എന്നുള്ള നിലയിൽ പ്രതിരോധ മന്ത്രാലയമാണ് ഈ അന്ത്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആദ്യം ഒരു സൈനിക വാഹനം, അതിൽ 4 സൈനികരുണ്ട്. അതിന് തൊട്ടുപിറകിൽ മറ്റൊരു സൈനിക വാഹനം, ഒരു ജിപ്സി ജീപ്പ്. അതിനും പിറകിലാണ് പ്രത്യേകം അലങ്കരിച്ച പൂക്കൾ കൊണ്ട്, വെള്ളയും ഇളന്നോസും മഞ്ഞയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു സൈനിക വാഹനത്തിൽ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹമുള്ളത്. അതിനു ചുറ്റും മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർ വിജയിക്കട്ടെ, മൻമോഹൻ സിംഗ് വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറയുന്നു. ആ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നിലായി ഒരു പ്രത്യേക വാഹനത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. അതിനും പിറകിലുള്ള വാഹനങ്ങളിൽ സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, മല്ലികാർജുൻ ഖാർഗെയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, KC വേണുഗോപാലുണ്ട്. വെള്ളപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ശവമഞ്ചത്തിൽ മൻമോഹൻ സിംഗ് ഇതാ അവസാന യാത്ര നടത്തുന്നു. രാഹുൽ ഗാന്ധി ഈ വാഹനത്തിനൊപ്പം, അതായത് രാഹുൽ ഗാന്ധി ഇതാ മൻമോഹൻ സിംഗിന് തൊട്ടടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം നമുക്ക് കാണാം. രാഹുൽ മാത്രമാണ് കൂടെയുള്ളത്. രാഹുൽ ഗാന്ധി മാത്രം മൻമോഹൻ സിംഗിനൊപ്പം, അദ്ദേഹം അവസാന യാത്ര നടത്തുന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധി സൈനികരോടൊപ്പം യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം നമുക്ക് കാണാം. മറ്റു നേതാക്കന്മാരാരുമില്ല, പ്രവർത്തകർ ചുറ്റിലുമുണ്ട്. അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് മൻമോഹൻ സിംഗിന് രാജ്യവും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാം ചേർന്ന് നൽകുന്നതിന്റെ ദൃശ്യമാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൽ, സൈനിക വാഹനത്തിൽ രാഹുൽ ഗാന്ധി അവസാന യാത്രാമൊഴികൊണ്ട് രാഹുൽ ഗാന്ധി ഉണ്ട്.
വാഹനം കുറച്ച് വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. 11 കിലോമീറ്റർ ദൂരമാണ്. 11:45 ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ വാഹനം അല്പം വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം രേവന്ത് റെഡ്ഡി, ഒപ്പം തന്നെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ഈ അന്ത്യയാത്രയിൽ മൻമോഹൻ സിംഗ് സഞ്ചരിക്കുന്ന വാഹനത്തിൽ, മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഉള്ള വാഹനത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ ചില നേതാക്കന്മാർ കൂടിയുണ്ട്. എന്തായാലും കുറച്ചധികം വേഗത്തിൽ വിലാപയാത്ര രാജ്യ തലസ്ഥാനത്ത് കൂടി മുന്നോട്ട് പോവുകയാണ്. രാജീവ്, ഡൽഹി ഉണർന്നു വരുന്ന ഒരു സമയമാണ്. അവിടുത്തെ കാലാവസ്ഥ മഞ്ഞിൽ പുതച്ച ദിനങ്ങളാണ്, മഴയിൽ കുതിർന്ന ദിനങ്ങളാണ്. ഇന്നലെ വലിയ മഴയായിരുന്നു. ആ മഴയ്ക്കിടയിലാണ് ഇപ്പോൾ നിരവധി ആളുകൾ രാവിലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. നമുക്ക് ആ ഫ്രെയിമുകളിൽ നിന്ന് ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹി ഉണർന്നു വരുന്ന ഒരു സമയമാണ്. അവിടുത്തെ കാലാവസ്ഥ വലിയ തണുപ്പുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളിലുള്ള ഏറ്റവും പ്രഗത്ഭനായ ഭരണ പരിഷ്കരണം നടപ്പാക്കിയ ആൾ, അദ്ദേഹത്തിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നിഗംബോധ് ഘട്ടിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നതിന്റെ വിലാപയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന കുറച്ച് നേതാക്കൾക്ക് മാത്രമേ ആ വാഹനത്തിൽ, സൈനിക വാഹനത്തിൽ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അവർ അനുഗമിക്കുന്നു. ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് ഒപ്പം പോകുന്നു. മറ്റു വാഹനത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ കേരളത്തിലുള്ള നേതാക്കളും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും MP-മാരും എല്ലാം അനുഗമിക്കുന്നു. നിരവധി പ്രവർത്തകരും നേതാക്കളും ഒപ്പം നടന്ന് വിലാപയാത്രയുടെ ഭാഗമായി നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്നു. 11 കിലോമീറ്റർ ദൂരമുണ്ട്. വാഹനം ഇപ്പോൾ അല്പം വേഗത കൂട്ടി അവിടേക്ക് വേഗത്തിൽ എത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സൈന്യത്തിലാണ് അതിന്റെ ചുമതല. അതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഉചിതമായ യാത്രാമൊഴിയേകുകയാണ് രാജ്യം ഡോക്ടർ മൻമോഹൻ സിംഗിന്.